പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തൊൽഹത്ത്, റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. നമ്മുടെ 100cc സെക്ഷനിലുള്ള ഒരു വർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ കൂടുതൽ ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് പറയുന്നത്. ഇത് BS6 വണ്ടിയാണ്. BS6 വണ്ടി എന്ന് സാധാരണത്തിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിൻ വർക്കൊക്കെ ആണെങ്കിൽ മിനിമം നല്ല വർക്ക് ചെയ്യണം, 10 വർഷം കഴിയണം. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എഞ്ചിൻ അയക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണത് എഞ്ചിൻ വർക്ക് ആവുന്നത്. ഇപ്പോൾ ഷോറൂമിലെ കൊണ്ട് വലിയ റൈറ്റ് ആവുന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നാണ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ ഇൻഡസ്ട്രിക്കാർക്ക് വലിയ ഇഷ്ടമായിരിക്കും, ഇൻഡസ്ട്രിയൽ വർക്ക് നടത്തുന്ന ആൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അവർക്ക് വലിയ താല്പര്യമുള്ള വിഷയമായിരിക്കില്ല ഞാൻ പറയുന്നത്. വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് മെക്കാനിക്കൽ സംബന്ധിച്ചിടത്തോളം അവർ സെറ്റ് ചെയ്തൊരു സാധനം നമ്മൾ റീസെറ്റ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മെക്കാനിക് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കസ്റ്റമേഴ്സിനോട് 100% നീതി പുലർത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ ബെയറിങ്സ് പോവാന്ന് പറഞ്ഞത്, ഇതിൻ്റെ നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്ന സമയത്ത് ഏതൊരു വർക്ക്ഷോപ്പിലും വണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ബെയറിങ്സ് ഒറിജിനൽ വാങ്ങിയിട്ട് ഇൻഡസ്ട്രിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരവിടുന്ന് ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് വല്ല C3 ബെയറിംഗ് ഏതെങ്കിലും ഒരുപാട് ബെയറിംഗ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് കമ്പനിയുടെ ബെയറിംഗ് ഇറങ്ങുന്നുണ്ട്, എഞ്ചിൻ ബെയറിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതിനൊന്ന് ക്വാളിറ്റി എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ക്വാളിറ്റിൻ്റെ ഒരു പോരായ്മയാണ് ഈ ഒരു സാധനത്തിൻ്റെ ബെയറിംഗ് പോയേക്കുന്നത്. അപ്പോൾ ഈ ബെയറിംഗ് പോയി വണ്ടി ഓടി അതിൻ്റെ പിസ്റ്റൺ കംപ്ലീറ്റ് വർക്ക് വന്നു, കംപ്ലീറ്റ് പിസ്റ്റൺ അടക്കി പോയി. ഇതിൻ്റെ അങ്ങനെ ബെയറിംഗ് പോകുമ്പോൾ ഉൾട്ടടിച്ച് വർക്ക് ചെയ്യുമ്പോൾ പിസ്റ്റണിൻ്റെ ബോറും കൂടി കംപ്ലൈൻ്റ് ആവുമല്ലോ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഏത് വർക്ക്ഷോപ്പിലാണ് നമ്മൾ വണ്ടി എഞ്ചിൻ പണി കൊടുക്കുന്നതെങ്കിലും നിർബന്ധമായിട്ട് അവരോട് ഒറിജിനൽ ബെയറിംഗ് കിട്ടുക, അല്ലെങ്കിൽ ഒറിജിനൽ ബെയറിംഗിന്റെ കിറ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഒറിജിനൽ ബെയറിംഗിന്റെ കിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇൻഡസ്ട്രിയിൽ എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള ഏത് ബെയറിംഗ് ആണ് ഉണ്ട്, ആ ബെയറിംഗിന്റെ മുകളിൽ ലാഭം എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വർക്കിന്റെ ലാഭമാണല്ലോ വേണ്ടത്. അപ്പോൾ ഒരു വണ്ടി വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് ഒരു വർക്കിന് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന വിഷയമാണ്. അപ്പോൾ ഒരു എഞ്ചിൻ വർക്ക് 2 പ്രാവശ്യമൊക്കെ ഒരു BS6 വണ്ടി 2 പ്രാവശ്യം എഞ്ചിൻ പണിയാകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി എത്ര പൈസയാണ് കയ്യിൽ നിന്ന് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് വണ്ടി വർക്കിന് കൊടുക്കുന്ന ആളുകൾ ഒറിജിനൽ ബെയറിംഗ് വാങ്ങിച്ച് ഷോറൂമിൽ നിന്നാണെങ്കിൽ എവിടെ നിന്നാണ് ഒറിജിനൽ ബെയറിംഗ് കിട്ടുന്നത്, ആ ബെയറിംഗ് വാങ്ങിച്ച് കൊടുത്ത ശേഷം മാത്രം ഇൻഡസ്ട്രിയിലേക്ക് ഇത് ടാങ്ക് സെറ്റ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കുക, എഞ്ചിന്റെ ഉൾഭാഗത്ത് ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കുക. അത് 2 വർഷം ഓടിയിട്ട് വീണ്ടും വർക്ക് ഉണ്ടാവണം എന്ന് കരുതിയിട്ടുള്ള വർക്കെല്ലാം നമ്മൾ എടുക്കേണ്ടത്. ആ വണ്ടിന്റെ മുകളിൽ പിന്നെ എങ്ങനെയാണോ കമ്പനി ഇറക്കിയിരിക്കുന്നത് അതേ രീതിയിലാണ് അത്ര തന്നെ ലാസ്റ്റ് ചെയ്യാൻ പറ്റണം ആ ഒരു നമ്മളൊരു വർക്ക്. അപ്പോൾ നമ്മൾ നിസ്സാര ലാഭത്തിനും വേണ്ടി ഈ ഒരു കാര്യം കസ്റ്റമറോട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, നമ്മളെ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ നടക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് നീതി പുലർത്തുക. കസ്റ്റമറാണ് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും, കസ്റ്റമർ സ്ഥിരമായിട്ട് വന്നാൽ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയാലും നമ്മളെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ബെയറിംഗ് വാങ്ങുന്ന സമയത്ത് ഒറിജിനൽ ബെയറിംഗ് മാത്രം വാങ്ങിച്ച് ഇൻഡസ്ട്രിയിൽ കൊടുക്കാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കൊടുക്കുന്ന കസ്റ്റമർ ആണെങ്കിലും ശ്രദ്ധിക്കാൻ, ഒറിജിനൽ ബെയറിംഗ് ഇട്ട് സെറ്റ് ചെയ്താൽ മതി എന്ന് പറയാം. എല്ലാം തന്നെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് വണ്ടി ഇറക്കാൻ വേണ്ടി പോകരുത്. അത് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് നല്ലോണം വരുന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വണ്ടി ഓടുന്നതിനനുസരിച്ച് വീണ്ടും അതിൻ്റെ ലൈഫ് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞ് വീണ്ടും എഞ്ചിൻ്റെ വർക്ക് ആവുകയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം പറയാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഈ ബെയറിംഗ് ലോക്കൽ ഇട്ട് ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഇട്ടുന്ന ഒറ്റ കാരണമാണ് ഈ വണ്ടീൻ്റെ എഞ്ചിൻ വീണ്ടും അയക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത വർക്കല്ല കേട്ടോ, അത് രണ്ടാമത് വന്നതാണ്. ബെയറിംഗ് നോക്കുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് അത് വീണ്ടും കിടക്കുന്ന ഒറിജിനൽ ബെയറിംഗ് അല്ല. അപ്പം ഇൻഡസ്ട്രിയിലാർ ഒന്ന് നീതി പുലർത്തുക നമ്മൾ കസ്റ്റമറോട് എന്നാണ് പറയാനുള്ളത്. ഒരു വണ്ടി പോയാൽ വണ്ടി നന്നായി പോയിക്കോട്ടെ, ആ വണ്ടി നല്ല വൃത്തിയിലും ഓടട്ടെ ലോങ് ആയിട്ട്, എന്നിട്ട് ആ വർക്കിന്റെ ക്വാളിറ്റി കണ്ടിട്ട് അടുത്ത വണ്ടി വരട്ടെ. അതല്ലാതെ ആ ഒരു വണ്ടി തന്നെ നമുക്ക് വരണം, ആ വണ്ടി അടുത്ത 2 വർഷം വീണ്ടും കംപ്ലൈന്റ് ആയി വന്ന കാരണോട് ഒരു വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയിലാന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, വണ്ടീൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ. അത് കസ്റ്റമർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ മുഴുവൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.